നമസ്കാരം, ശ്യാംലാലാണ്. നമുക്കിന്ന് ടെക്നോളജി പ്രൊഡക്റ്റ് റിവ്യൂവിൻ്റെ ഭാഗമായിട്ട് ഒരു ഡോക്കിംഗ് സ്റ്റേഷൻ പരിചയപ്പെടാം. തിങ്ക്പാഡിൻ്റെ ഒരു ഡോക്കിംഗ് സ്റ്റേഷനാണിത്. അപ്പോൾ ആദ്യം ഈ ഡോക്കിംഗ് സ്റ്റേഷൻ്റെ ഉദ്ദേശം എന്താണ്, എന്തിന് നമ്മളത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ആദ്യം സംസാരിക്കാം. അപ്പോൾ ഇതെൻ്റെ ഒരു വർക്ക് സ്പേസ് ആണ്. വർക്ക് ഫ്രം ഹോമാണ് ഞാനിപ്പോൾ പ്രൈമറിലി ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള എൻ്റെ വർക്ക് സ്പേസ് ആണിത്. അപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്ന പോലെ എനിക്ക് 2 മോണിറ്ററുകൾ കണക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. 2 എക്സ്റ്റേണൽ മോണിറ്റർ, ഒരു വെബ് ക്യാമറ കൂടാതെ തന്നെ മറ്റ് ഒരു എക്സ്റ്റേണൽ കീബോർഡ്, എക്സ്റ്റേണൽ മൗസ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ, അതുകൂടാതെ ഒരു പ്രിൻ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ കണക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ഓരോ തവണയും ഞാൻ ഈ ലാപ്ടോപ്പ് എൻ്റെ മേശപ്പുറത്ത് വെക്കുമ്പോൾ ഇത് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണുന്ന എല്ലാ പോർട്ടുകളും ഓക്യുപ്പൈഡ് ആവും. മാത്രമല്ല നെറ്റ്വർക്ക് കേബിൾ, എക്സ്റ്റേണൽ മോണിറ്ററുകളുടെ HDMI കണക്ടറുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കണക്ട് ചെയ്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ള പോർട്ടുകൾ തികയാതെ വരുന്ന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതിനെല്ലാത്തിനുമുള്ള എളുപ്പമുള്ളൊരു പരിഹാരമാണ് ഒരു ഡോക്കിംഗ് സ്റ്റേഷൻ. നിങ്ങളുടെ വർക്ക് സ്റ്റേഷൻ്റെ, അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ജോലി സ്ഥലത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ വളരെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇപ്പോൾ തിങ്ക്പാഡിൻ്റെ തന്നെ ഡോക്കിംഗ് സ്റ്റേഷൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏത് USB Type-C തണ്ടർബോൾട്ട് സപ്പോർട്ടുള്ള ഡോക്കിംഗ് സ്റ്റേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നതിൽ 2 ഡിസ്പ്ലേ ഔട്ട്പുട്ട് കണക്ടറുണ്ട്. ഡിസ്പ്ലേ ഔട്ട്പുട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡിസ്പ്ലേ പോർട്ട് ടു HDMI കൺവേർട്ടറുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ. കാരണം ഇതിനകത്ത് ഇപ്പോൾ ഡിസ്പ്ലേ പോർട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കണക്ടർ ഉണ്ടായിരുന്നത്. ഞാനതിനെ ഡിസ്പ്ലേ പോർട്ട് HDMI കൺവേർട്ടർ ഉപയോഗിച്ച് ഒരു കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതുകൂടാതെ നമ്മുടെ സ്റ്റാൻഡേർഡ് VGA സപ്പോർട്ട് ഇവിടെയുണ്ട്. ദെൻ തിങ്ക്പാഡിൻ്റെ കൂടെ വരുന്ന നോർമൽ പവർ പ്ലഗ് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഒരേ ഒരു കണക്ടറേ ഉള്ളൂ. അതൊരു USB Type-C കണക്ടറാണ്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ എൻ്റെ LAN കണക്ടർ, USB കണക്ടറുകൾ, ഇപ്പോൾ ഇത് USB കീബോർഡും മൗസും കണക്ട് ചെയ്തിരിക്കുകയാണ്. അതുകൂടാതെ USB പ്രിൻ്റർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ ലാപ്ടോപ്പ് ഇവിടെ കണക്ട് ചെയ്യുന്നെങ്കിൽ ആകെ വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ലാപ്ടോപ്പ് ഓൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഡോക്കിംഗ് സ്റ്റേഷനിൽ നിന്ന് വരെ ഓൺ ചെയ്യാനും ഉൾപ്പെടെ പറ്റും. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഈ ലാപ്ടോപ്പ് ഒന്ന് തുറക്കുകയാണ്. ഇപ്പോൾ ഇതാണ് എൻ്റെ ലാപ്ടോപ്പ്. ഇപ്പോൾ ഈ ലാപ്ടോപ്പ് ഞാനിപ്പോൾ ചെക്ക് ഇൻ ചെയ്ത് ലോഗിൻ ചെയ്ത് അകത്തോട്ട് കയറുകയാണ്. ഇപ്പോൾ ഇതിലാകെ കണക്ട് ചെയ്യേണ്ടി വരുന്നത് ഈ ഒരു കണക്ടർ മാത്രമാണ്. ഈ Type-C കണക്ടർ മാത്രമാണ്. ഈ Type-C കണക്ടർ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജിങ്, മറ്റ് ഡിസ്പ്ലേ കണക്ടറുകൾ, പ്രിൻ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നെറ്റ്വർക്ക് കണക്ടർ ഉൾപ്പെടെയുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് കണക്റ്റഡ് ആവും. ഞാൻ ഇവിടെ കാണുന്ന എൻ്റെ ലാപ്ടോപ്പിന് ശരിക്കും USB Type-C 2 കണക്ടറുണ്ട്. അതുകൂടാതെ HDMI ഔട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ തന്നെയുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല. ഈ ഡോക്കിംഗ് സ്റ്റേഷൻ നേരിട്ട് ഇവിടെ പ്ലഗ് ചെയ്യുന്നു. പ്ലഗ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു സിംഗിൾ കണക്ടർ പ്ലഗ് ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്തത്. നേരെ നിങ്ങളുടെ ഡിസ്പ്ലേ ഔട്ട്പുട്ട് എക്സ്റ്റെൻഡഡ് ആയിട്ട് ഇവിടെ വിസിബിളായി കാണാമല്ലോ അല്ലേ. അപ്പോൾ അതുകൂടാതെ എൻ്റെ മൗസ്, കീബോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് കണക്റ്റഡായി. ഇനി എനിക്ക് ഡോക്കിംഗ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ഇതിനെ പവർ ഓഫ് ചെയ്യുകയും പവർ ഓൺ ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. അത് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഡോക്കിംഗ് സ്റ്റേഷനിൽ തന്നെ ഇവിടെ ഡയറക്റ്റ് ഒരു പവർ സ്വിച്ച് ഉണ്ട്. ഈ പവർ സ്വിച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് പ്രസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് ഓഫാണ്. ഞാൻ ഡോക്കിംഗ് സ്റ്റേഷനിൽ നിന്ന് പവർ സ്വിച്ച് പ്ലഗ് ചെയ്തു, പ്രസ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ കമ്പ്യൂട്ടർ ഓൺ ചെയ്യും. അപ്പോൾ അതെൻ്റെ കൺവീനിയൻസ് ആണ്. ഡോക്കിംഗ് സ്റ്റേഷനിൽ നിന്ന് വഴി ഓൺ ചെയ്യണോ, ലാപ്ടോപ്പിൽ നിന്ന് വഴി ഓൺ ചെയ്യണോ എന്നുള്ളതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എൻ്റെ വെബ് ക്യാമറ അടക്കമുള്ള എല്ലാ ഉപകരണങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവും എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗകര്യം. അപ്പോൾ ഇവിടെ ഓണായി വരുന്ന ക്രമത്തിൽ ഡയറക്റ്റായിട്ട് എനിക്ക് ഈ ഉപകരണങ്ങളുടെ എല്ലാം സപ്പോർട്ട് കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ലോഗിൻ ചെയ്യാണ്. ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ കാണുന്ന ഡിസ്പ്ലേ കണക്ടർ ഉൾപ്പെടെ നമുക്കെല്ലാം അവൈലബിളായി. ഇതാണ് ബേസിക്കലി നമുക്ക് ഡോക്കിംഗ് സ്റ്റേഷൻ കൊണ്ട് കിട്ടുന്ന പ്രൈമറി അഡ്വാൻറ്റേജ്. അപ്പോൾ എന്തായാലും വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. ഡോക്കിംഗ് സ്റ്റേഷനുകൾ നേരത്തെ പറഞ്ഞ പോലെ തിങ്ക്പാഡിന് വേണ്ടി തിങ്ക്പാഡിന് തന്നെ ഡോക്കിംഗ് സ്റ്റേഷൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എങ്കിലും മാക്സിമം കമ്പാറ്റബിലിറ്റിക്കും ഫീച്ചർ സപ്പോർട്ടുകൾക്കും പിന്നെ ഈ പറഞ്ഞ പോലെ ബ്രാൻഡിനോടുള്ളൊരു സന്തോഷവും എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ തിങ്ക്പാഡ് തന്നെ ചൂസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ സ്പെസിഫിക് ഒരു മോഡലിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉൽപ്പന്നത്തെക്കുറിച്ചോ അല്ല നമ്മൾ ചർച്ച ചെയ്ത്, ഡോക്കിംഗ് സ്റ്റേഷൻ്റെ മൊത്തമായ പ്രയോജനത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നന്ദി.